തന്നെ അബീബ് സാറേ, ഈ നമ്മളെ BMIക്ക് താഴെയുള്ള ആളുകള്, വളരെ വെയിറ്റ് കുറഞ്ഞ ഒരാള്, അയാൾക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഡയറ്റ് ചെയ്യുന്നതോട് കൂടി എന്താണ്, അയാൾക്ക് വീണ്ടും തടി കുറയോ അഥവാ ഈ ഡയറ്റ് ചെയ്യുന്നതോട് കൂടി അയാളെ ഷുഗർ നോർമലായി കിട്ടുമോ? അതിന്റെ ഒരു ഡീറ്റെയിൽസും കൂടി ഒന്ന് അറിഞ്ഞാൽ, നമ്മൾ ഐഡിയൽ വെയിറ്റിനേക്കാൾ കുറവുള്ള ഒരാൾക്ക്, അങ്ങനെ ഒരാൾക്ക് ഈ ഡയറ്റ് എടുക്കുന്നതോട് കൂടി വീണ്ടും കുറയോ അല്ലെങ്കിൽ ആ ഷുഗർ മാറി കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയം കുറച്ച് വിശദമായിട്ട് തന്നെ പറയേണ്ടതാണ്. പക്ഷെ ഈ കൂടെ ഒരു വോയിസ് മെസ്സേജിൽ കൂടെ അതെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ചുരുക്കി പറയാം. അതായത് നമ്മൾക്ക് രോഗം ഉണ്ടാക്കുന്നത് മൊത്തത്തിലുള്ള ഓവർ വെയിറ്റ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതായത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ മെലിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് പറയുന്നത് ടോഫി എന്നാണ്. അതായത് തിൻ ഔട്ട്സൈഡ് ഫാറ്റ് ഇൻസൈഡ്. അവരുടെ ശരീരത്തിനകത്താണ് കൊഴുപ്പുള്ളത്, പുറത്തേക്ക് കാണാൻ മാത്രം ഉണ്ടാവില്ല. വയറിനകത്ത് വിസ്റൽ ഫാറ്റ് ഉണ്ടാവും, ലിവറിന്റെ അകത്തും ലിവറിന്റെ പുറത്തൊക്കെ ആയിട്ട്. അതേസമയത്ത് ആള് പൊതുവെ മെലിഞ്ഞിട്ടായിരിക്കും, വെയിറ്റും കുറവായിരിക്കും. ഇനി BMIന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ BMI 18 താഴേക്ക് മാത്രമാണ് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അത്രയും നേരം സാധാരണ ഇതിലാരും താവില്ല. 18 to 25 നോർമൽ ആയിട്ടുള്ള വെയിറ്റ്. BMI 18 to 25 അതിന്റെ ഉള്ളിലാണ് ഒരുവിധം എല്ലാവരും ഉണ്ടാകും, 90% ആൾക്കാരും. അതിന്റെ മുകളിൽ പോയാലും 30 വരെ ആയാൽ അത് ഓവർ വെയിറ്റ് ആയി, 30ന്റെ മുകളിൽ പോയാലും ഒബീസായി, 35ന്റെ മുകളിൽ പോയാലും മോർബിഡ്ലി ഒബീസ്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ അതങ്ങനെ പേര് അണ്ടർ വെയിറ്റ് എന്ന് പറയുമ്പോൾ BMI 18ന്റെ താഴെ ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നം. അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം LCHF അത്ര നല്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ആൾക്കാരും തന്നെ 18ന്റെ താഴെ BMI ഉള്ളവരായിരിക്കില്ല. അവര് 25ന്റെ താഴെ തന്നെ അണ്ടർ വെയിറ്റ് എന്നുള്ളതാണ് അവർ കാണുന്നത്. അത് ശരിയല്ല. 25 പറഞ്ഞതിന്റെ മാക്സിമം ലിമിറ്റ് ആണ്. BMI 25 കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആയിപ്പോയി. അപ്പൊ 25ന്റെ താഴോട്ട് 18 വരെ താവാം. അതൊന്നും അണ്ടർ വെയിറ്റ് എല്ലാവർക്കൊക്കെ LCHF ചെയ്യാം. രണ്ടാമത്തത് ഈ പറഞ്ഞ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് പുറത്തേക്ക് കാണുന്നത് മാത്രമല്ല, പുറത്ത് മെലിഞ്ഞ ആൾക്കാർക്കും ഒബീസ് ആവാം. അതുവരെ വയറ്റിനകത്തും കരളിനകത്തൊക്കെ കൊഴുപ്പുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് ഡയറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അവരുടെ ലിവർ ഫാറ്റും കാര്യങ്ങളൊക്കെ ഡയറ്റ് കൊണ്ട് നോർമൽ ആകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, പ്രമേഹം ഇല്ലാതെയാവും. അതിന് എക്സ്ട്രീം കേസിൽ 18ന്റെ താഴെ BMI ഉള്ളവരാണെങ്കിൽ എനിക്ക് അതിനെ പറ്റി LCHF അത്ര അഭികാമ്യമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അവർക്ക് ചെറിയ അളവിൽ ഇൻസുലിനൊക്കെ കൊടുത്തിട്ട് മാനേജ് ചെയ്ത് പോകേണ്ടി വരും എന്നല്ല. അങ്ങനെയാണ് എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അത് 18ന്റെ താഴെ എന്ന് പറഞ്ഞത് വളരെ ചുരുങ്ങിയ കേസുകളെ ഉണ്ടാവുള്ളൂ. അത് ഈ പറയുന്ന അണ്ടർ വെയിറ്റ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ 25ന്റെ താഴെ ഉള്ളതാണ് അണ്ടർ വെയിറ്റ് ആയിട്ട് പറയുന്നത്. എനിക്ക് 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, എനിക്ക് 65 കിലോ വെയിറ്റ് ഉള്ളൂ, ഞാൻ അണ്ടർ വെയിറ്റ് ആണെന്നാണ് പലരും പറയാം. അതൊരു പൂർണ്ണമായും തെറ്റായ ഒരു വിവരമാണ്. അവരെ BMI എപ്പോഴും 24.5 ഒക്കെ ഉണ്ടാവും. അതൊന്നും അണ്ടർ വെയിറ്റ് അല്ല. അണ്ടർ വെയിറ്റ് എന്നാൽ 18ന്റെ താഴെ തന്നെയാണ്. അത്തരം ആൾക്കാരെ കേസിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അസ്സലാമു അലൈക്കും. മോളിൽ അബീബ് സാറിൻ്റെ വോയിസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശരിയാണ്. ഞാൻ 20 വർഷമായിട്ട് ശ്വാസം മുട്ടലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആസ്മയുള്ള ഡെയിലി ഇൻഹേലർ അടിക്കുന്ന ആളാണ്. ഡയറ്റ് തുടങ്ങിയിട്ട് 5 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മേലെ ഇൻഹേലറില്ല, എനിക്ക് ശ്വാസം മുട്ടലില്ല, കഥപ്പില്ല, മാറി ഒന്നും ചെയ്തിട്ടില്ല. ഡയറ്റ് സാധാ ഡയറ്റാണ് ഫോളോ ചെയ്തത്. വാട്ടർ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സാധാ 5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്ന് റിലീസായിട്ടുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഇതുവരെ പിന്നെ ഇൻഹേലർ അടിച്ചില്ല. 20 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്താണ്. ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഇൻഹേലർ ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.